നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഡെൻഡ്രോബിയം വൈറ്റ് ഓർക്കിഡുകൾ പൂവിട്ടതിനെ കുറിച്ചിട്ടാണ്. അത് ചിലർ അതിനെ ഡെൻഡ്രോബിയം എന്ന് പറയാറുണ്ട്. അതിൻ്റെ ആകൃതി ഷേപ്പ് അങ്ങനെ ആയതുകൊണ്ടാണ്, പ്രാവിൻ്റെ മാതിരിയൊക്കെ ആയതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുട്ടും അതുപോലത്തെ ഒരു പുഷ്പത്തിൻ്റെ ആകൃതി അങ്ങനെ പല പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അത്ര ഒരു പേര് ഉപയോഗിച്ചത് മാത്രം. ഇന്നത് പൂവിട്ടുണ്ട്. നിങ്ങളുടെ വീടുകളിൽ ഇത്തരത്തിലുള്ളതുണ്ടെങ്കിൽ അവ പൂവിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് എല്ലാ ദിവസവും ഇങ്ങനെ പൂവിടില്ല. അതുപോലെ തന്നെ പൂവിട്ട് കഴിഞ്ഞാൽ ഓർക്കിഡുകൾക്ക് പ്രത്യേകത ഉണ്ടല്ലോ, പൂവിട്ട് കഴിഞ്ഞാൽ കുറേ നാൾ നിൽക്കും അത്. പക്ഷേ ഇതങ്ങനെ നിൽക്കില്ല, ഒരു ദിവസം മാത്രമേ നിൽക്കുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ പ്രത്യേകത ആയിട്ടുള്ള ഒരു ഗന്ധം ഉണ്ടായിരിക്കും, സൗരഭ്യം ഉണ്ടായിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. എൻ്റെ വീട്ടിൽ പൂവിട്ട് കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള ആ കാലാവസ്ഥ ലഭിക്കുന്ന ഉള്ള ഏരിയയിലുള്ള എല്ലാ വീടുകളിലും അതുപോലത്തെ പൂട്ടുണ്ടാവും. അതുപോലെ തന്നെ അതിനാൽ തന്നെ ഞാൻ വിചാരിക്കുന്നത് ഇത് വളർത്തുന്ന നിങ്ങളുടെ വീട്ടിലും ഇത് പൂട്ടുണ്ടാകുമെന്ന്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇതാണ് ഒരെണ്ണം. അടയ്ക്കാരത്തമ്മേനൊക്കെ വെറുതെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുള്ളൂ. ഇത് വേരുകളൊക്കെ ഉണ്ട്. പിന്നെ ഇത് അധികം ഇങ്ങനെ പ്ലാന്റ് ചെയ്യാനായിട്ട് താല്പര്യം കാണാത്തതിൻ്റെ കാരണം ഞാൻ മുൻപ് പറഞ്ഞല്ലോ. അതിന് ഇങ്ങനെ വല്ലപ്പോഴും ഒരിക്കലാണ്, അല്ലെങ്കിൽ ഒരു 3-4 മാസമൊക്കെ കൂടുമ്പോഴാണ് ഇത് പൂടുക. അതുകൊണ്ടാണത് അങ്ങനെ. എൻ്റെ ആകൃതിയൊക്കെ നോക്കിക്കുക. അതിൻ്റെ മുട്ടിൻ്റെ ആകൃതിയാണ് ഏകദേശം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഉള്ളത്. പരിചരണമൊന്നും വേണ്ട എന്നുള്ളൊരു കാര്യം ഉണ്ട്. ഇനി നമുക്ക് അടുത്തേക്ക് പോവാം. ഇതാണ് രണ്ടാമത്തെ അടയ്ക്കാരത്തുമ്പോൾ തന്നെ പിടിച്ചിട്ടുള്ളതാണ്. ഇത് വെള്ളമൊക്കെ കൃത്യമായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഈ മുട്ടിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്താണാവോ ഈ മുട്ടുകൾ പൂടാഞ്ഞത്. ഏകദേശം ഡോവിൻ്റെ മാതിരി, പ്രാവിൻ്റെയൊക്കെ മാതിരിയുള്ള ഷേപ്പാണ് ഇതിന്. അതുകൊണ്ടാണ് അങ്ങനൊരു വിളിപ്പേര് നമ്മുടെ ഓർക്കിഡുകളെ വളർത്തുന്ന ആളുകൾ അത്തരത്തിൽ ചെയ്തത്, ഡെൻഡ്രോബിയം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നമുക്കിനി അടുത്തേക്ക് ആയിട്ട് പോവാം. ഇത് പറഞ്ഞാൽ ചെറുതായിട്ട് ഒരെണ്ണം വെച്ചുകൊടുത്താണ്. കുറേശ്ശെ ഉണ്ടായി തുടങ്ങണല്ലോ. ഇത് അടുത്തത് വേറെ എണ്ണമാണ്, കുറേശ്ശെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അത് മുഴുവനായിട്ട് ആയിട്ടില്ല. അത് വേരുണുകാരുടെയൊക്കെ ഉണ്ടെങ്കിലും പൂക്കൾ ശരിക്കും വന്നില്ല. അത് സൗരഭ്യമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നിൽക്കുമ്പോൾ. അടുത്താണ് കുറച്ചും കൂടി നന്നായിട്ട് പിടിച്ചിട്ടുള്ളത്. ഈ ഡെൻഡ്രോബിയം നല്ല വെള്ളം അതിൽ പിടിച്ചിട്ടുണ്ട്. അത് ശരിക്കും ഇപ്പോഴും നല്ല ഗന്ധമുണ്ട്. അത് പരിചരണം വേണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതകൾ. അങ്ങനെ പിന്നെ പരിചരണം കൂടുതലുണ്ടെങ്കിൽ അത് അതിൽ കേട് വരാനൊക്കെ സാധ്യതയുണ്ട്. ചിലതുണ്ട് അമിതമായി ചിലരൊക്കെ പരിചരണം ചേർത്തും. അതതിൻ്റെ പ്രശ്നം തന്നെയാണ്, കേടൊക്കെ വരും. ഓക്കെ, നന്ദി, നമസ്കാരം.